ഞാനും ഷാഫി മേത്തറും വെറുതെ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ നെയ്മറെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്നാലോ, വെറുതെ ഞങ്ങൾ തമാശ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറിന്റെ കോൾ ഷാഫിക്ക് വന്നു. ഷാഫി ഈ തമാശ പുള്ളിയായിട്ട് പങ്കുവെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ സ്ക്രോളിൽ നെയ്മർ കേരളത്തിൽ. പല ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഒരു അധോലോക നായകനാണ്. അപ്പൊ ഞാൻ എന്താണ് സംഭവം? നല്ല മാധ്യമങ്ങളൊക്കെ വന്ന് ഭയങ്കര ഭീകരനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പക്ഷെ അത് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ ചടങ്ങിനെ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ രാഹുലിന്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഇതിന്റെ ഒരു, കാരണം പത്രക്കാരായിട്ട് വളരെ സമദൂരം ബന്ധമുള്ള ഒരാളാണ്. കുറച്ചടുപ്പം പിന്നെ രാഹുലായിട്ടാണ് ഉള്ളത്. വേറെ ഒന്നുകൊണ്ടല്ല, പലപ്പോഴും ഈ മാധ്യമങ്ങളുടെ പരിഗണന ഒരു പരിധി വരെ കിട്ടിക്കഴിഞ്ഞാല് ചീത്താവുന്നതാണ് രാഷ്ട്രീയക്കാർ. കൂടുതൽ പ്രോത്സാഹനം കിട്ടിയാലും ചീത്തയാവും, അവഗണന കിട്ടിയാലും ചീത്തയാവും. അപ്പോൾ ഒരു സമദൂരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ മാധ്യമങ്ങളാണ് സത്യത്തിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവരികയും ആ വിഷയങ്ങളെല്ലാം ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ പലപ്പോഴും നമുക്ക് എല്ലാ സ്ഥലത്തും എത്താൻ കഴിയുന്നവരില്ല. പക്ഷെ നിങ്ങൾ കണ്ടെത്തുന്ന വാർത്തകൾ അതിൽ സത്യമുണ്ടെങ്കിൽ, അതിലൊരു ജനഹിതമുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പലപ്പോഴും ജനപ്രതികൾക്കും മറ്റ് പൊതുപ്രവർത്തകർക്കും സാധ്യമാക്കാറുണ്ട്. നമ്മൾ തമ്മിലുള്ള ഒരു അകലവും ബന്ധവും കേവലം ഔപചാരികമായിട്ടുള്ള ഇതിലപ്പുറം രണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എടുക്കുന്ന തൊഴിൽ മേഖല വ്യത്യാസമാണ്. ആ വ്യത്യാസം പലപ്പോഴും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഔപചാരികമായിട്ടോ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഇടം കണ്ടെത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ് ജനപ്രതിനിധികളും പത്രക്കാരും. നല്ല ബന്ധമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ രാവിലെ LDF കൺവീനർ TP രാമകൃഷ്ണനായിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് പത്രക്കാർ മുഴുവൻ അവിടെ നിൽക്കുന്നത്. വളരെ സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കുകയും, പക്ഷെ ഇന്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം കാണിക്കും, രാഷ്ട്രീയക്കാരുടെ സ്വഭാവം കാണിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു എന്താണ് ഈ പരകായ പ്രവേശനം പോലെയാണ്. ആ ഒരു മൊമെന്റിലേക്ക് നമ്മൾ വ്യത്യസ്തമായ ആളുകളായിട്ട് മാറും. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയതായിട്ട് വളരെ നോർമലായിട്ട്. ഇപ്പൊ തന്നെ ഞാനിവിടെ ഇന്റർവ്യൂവിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ സ്വഭാവം കാണിച്ചോളൂ, ഞാനിപ്പോ എന്റെ സ്വഭാവം കാണിക്കണം. അതൊരു സൗഹൃദമാണ്. അതിൽ നമ്മളൊരു പ്രൊഫഷണലിസം കണ്ടാൽ മതി. ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ പല ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഒരു അധോലോക നായകനാണ്. അപ്പൊ ഞാൻ എന്താണ് സംഭവം? നല്ല മാധ്യമങ്ങളൊക്കെ വന്ന് ഭയങ്കര ഭീകരനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പക്ഷെ അത് എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഈ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു മൈലേജും മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു അന്തരീക്ഷവും മാറിയിട്ട് നമ്മളെല്ലാം സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് സ്നേഹം കൂടുതലുള്ളൂ. പക്ഷെ മാധ്യമങ്ങളില്ലെങ്കിൽ ചില ആളുകൾ നമ്മൾ എൻ്റെ വെറുതെ ചോദിക്കാറുണ്ട്, നിങ്ങൾ സാബുവായിട്ട് യഥാർത്ഥത്തിൽ പല കുഴപ്പമുണ്ടാകും. കിറ്റേ സാബുവായി ഞങ്ങൾ ഒരു കുഴപ്പമില്ല. പരസ്പരം ഞങ്ങൾ ഇടയ്ക്കൊന്ന് ലോ ആകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ധാരണയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം പറഞ്ഞു തമാശയായിട്ട് പറയാറുണ്ട്. അപ്പൊ വിഷയങ്ങളാണ് നമുക്ക് പ്രശ്നം. വിഷയങ്ങളെ ചുറ്റിപ്പറ്റി സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇടപെടുന്ന വിഷയങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത പോലെ തന്നെയാണ് നമ്മൾ ഇടപെടുന്ന വിഷയത്തിൽ 100% ആത്മാർത്ഥമായിട്ട് ഇടപെടണം. കാരണം പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ നമുക്ക് വളരെ രൂക്ഷമായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ വിഷയത്തിന് ശേഷം, KDM ഭരണത്തിന് ശേഷം പല രാഷ്ട്രീയ നേതാക്കളും വളരെ പേടിച്ചാണ് ഉദ്യോഗസ്ഥരായിട്ടൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ അവിടെ ഞാൻ പലപ്പോഴും വളരെ രൂക്ഷമായിട്ട് സംസാരിക്കും. പക്ഷെ നമുക്കൊരു ന്യായീകരണം ഉണ്ടാകും. ഒരറ്റത്ത് ഉദ്യോഗസ്ഥനാണെങ്കിൽ മറുഅറ്റത്ത് 100 കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ നമുക്കതിൽ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ജനപ്രതികൾ എന്നുള്ള രീതിയിൽ അത്തരത്തിൽ നമ്മൾ പെരുമാറിയില്ലെങ്കിൽ ഓരോ ഫയലുകളും 1 വർഷവും 2 വർഷമൊക്കെ ആയ 2016 തുടങ്ങിയ ഫയലുകൾ വരെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കും.
അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പറയുന്നതിനൊരു ഒരു വേദി വേണം, കൃത്യമായിട്ടുള്ള അവസരങ്ങൾ. ജനപ്രതിനിധികൾക്കൊക്കെ പറയാൻ കൃത്യമായിട്ട് സർക്കാർ സ്ഥലവും സമയവും നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ DDC-യിലൊക്കെ കൃത്യമായിട്ട് നമുക്കത് അവതരിപ്പിച്ചു പോകാവുന്നതാണ്. അപ്പൊ ഓരോ വിഷയത്തിലും ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ വിഷയത്തിലും നിങ്ങളുടെ ഇടപെടൽ. പത്രക്കാരെ കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും ഈ കോടതി റിപ്പോർട്ടിങ്, ഈ കോടതി സത്യത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ്. അതെനിക്ക് തോന്നുന്നത് ഞാൻ ഈ കോടതി റിപ്പോർട്ടിംഗ് ഒക്കെ പോകുമ്പോൾ പത്രക്കാർ സത്യത്തിൽ ലീഗൽ ലാംഗ്വേജ് ഒന്നും അത്ര വശമില്ല. കോടതി എന്താണ് പറയണതെന്നൊക്കെ ഒരു പത്രക്കാരൻ എന്റെ അടുത്തിരുന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് കൃത്യമായിട്ട് എനിക്ക് നിയമത്തിന്റെ ഒരു വശം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ അതേസമയം ഇത് റിപ്പോർട്ടിംഗ് കറക്റ്റ് അല്ലാത്ത ഒരാൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതായിരിക്കും സെൻസേഷനിലാകുന്നത്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ 2016 ബ്രസീൽ വേൾഡ് കപ്പാണ്. അന്ന് ഉമ്മൻചാണ്ടി സാറാണ് മുഖ്യമന്ത്രി. അപ്പൊ നെയ്മർക്ക് പരിക്ക് പറ്റി അന്ന് ഞാനും ഷാഫി മേത്തറും വെറുതെ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ, നെയ്മറെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്നാലോ, വെറുതെ ഞങ്ങൾ തമാശ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ കോള് ഷാഫിക്ക് വന്നു. ഷാഫി ഈ തമാശ പുള്ളിയായിട്ട് പങ്കുവെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ സ്ക്രോളിങ്, നെയ്മർ കേരളത്തിൽ ആയുർവേദ ചികിത്സ സർക്കാർ മുഴുവൻ വാഗ്ദാനം. ഞങ്ങൾ തന്നെ നല്ല ബിരിയാണി കിട്ടിയെന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മള് അറിയാതെ പറയുന്ന പാസീവായിട്ടുള്ള കമന്റുകൾ പോലും ഏതെങ്കിലും പത്രക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ചിലപ്പോ സത്യം ഉണ്ടാവും, സത്യം, പക്ഷെ സെൻസേഷൻ ആണ് അവിടെ. പക്ഷെ അത് വലിയ ന്യൂസ് ആയിട്ട് അന്ന് നിങ്ങൾ ഓർക്കേണ്ടായിരുന്നു. വലിയ സെൻസേഷണൽ ന്യൂസ് ആയിരുന്നു. നെയ്മർ കേരളം പോലും നെയ്മർക്ക് അറിയുമെന്ന് സംശയമുണ്ട്. അപ്പോ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പത്രക്കാരുടെ ഇടയിലൊക്കെ ഈയിടയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സെൻസേഷൻ കിട്ടിയതാണ് ഈ നമ്മുടെ കാര്യത്ത് രാഹുലിന്റെ വീഡിയോ ആയിരുന്നു. വളരെ കൃത്യമായിട്ട് നമ്മള് കോടതിയുടെ ഉത്തരവായിരുന്നു. ആ കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനെ നമുക്ക് തടയേണ്ടതായിട്ട് വന്നു. പക്ഷെ നിയമം അറിയാവുന്നതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് തടയുകയല്ല നമ്മൾ ചെയ്ത്, നിയമം നടപ്പിലാക്കാൻ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോടതിക്കും ജനപ്രതിനിധികൾക്കും അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ മുകളിലുള്ളത് നിയമമാണ്. അപ്പൊ ആ നിയമം എങ്ങനെയാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഇടപെടാൻ കഴിയും. അതിന് മാധ്യമങ്ങളുടെ പിന്തുണ വളരെ വലുതായിരുന്നു. അതിന് പ്രത്യേകം നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. ഓരോ വിഷയത്തിലും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഇന്ന് നിങ്ങൾ എന്റെ സുഹൃത്താണെങ്കിൽ നാളെ നിങ്ങൾ എന്റെ ശത്രുവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രു ഞാനാണ്. അത് പ്രശ്നങ്ങളുടെ അനുസരിച്ചിരിക്കും. അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടൊരു അടുപ്പം ഒന്നിനും ഒരു പോലീസുകാരെ പോലെ പത്രക്കാർ അറിയാവുന്ന സമയം വരുമ്പോൾ ഉറപ്പായിട്ടും. അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. അപ്പൊ ഏതായാലും നിങ്ങളുടെ ഒരു കൂട്ടായ്മ വളരെ സൗഹാർദ്ദപരമായിട്ട് എന്തായാലും എന്റെ മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ നിങ്ങൾ ശ്രമിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളുടെ യൂണിയന്റെ അസോസിയേഷന്റെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു.